ഇന്നും നമ്മുടെ അതിഥി ചക്രമാവൻ കൊമ്പത്ത് എന്ന സിനിമയിലെ അഭിനേത്രിയും ഒപ്പം ചിത്രത്തിൻ്റെ നിർമ്മാതാവുമാണ് ഇന്ന് നമ്മുടെ ഉള്ളത്. ഇരുവർക്കും മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ഇന്ന് ചിത്രത്തിൻ്റെ റിലീസിംഗ് ആണ്. ചക്രമാവൻ കൊമ്പത്ത് എന്ന ചിത്രം നവാഗതനാണ് കൂടുതലായിട്ടും. സംവിധായകൻ നവാഗതനാണ്, ഒപ്പം നിർമ്മാതാവ് പുതിയ ആളാണ്. എന്തായാലും ഇന്നാണ് റിലീസിങ്. ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കിന്ന് പങ്കുവയ്ക്കാം. ആദ്യം നമുക്ക് ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ട്രെയിലർ ഒന്ന് കാണാം. മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് അഞ്ജലിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പിന്നാമ്പുറത്തേക്കുള്ള ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ ശരിക്കും ഏതാണ്ട് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിത്വം, അല്ലേ? ഒരു പാസ്പോർട്ട് ഫോട്ടോ എടുക്കുന്നതിന് പോലും ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. അതിനുശേഷം പിഷാരടി, ധർമ്മജൻ അടക്കമുള്ള ആളുകളുടെ സപ്പോർട്ടോടുകൂടി, അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടി, അവരുടെ ഒരു ബാക്കിൽ നിന്നുള്ളൊരു സപ്പോർട്ടോടുകൂടി സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നു. നിരവധി പരസ്യചിത്രങ്ങളിലേക്ക് വരുന്നു. തുടർന്ന് സംസ്ഥാന അവാർഡ് ജേതാവായിട്ട് മാറുന്നു, സഹനടിക്കുള്ള അവാർഡ് ജേതാവായിട്ട് മാറുന്നു. ഇപ്പോൾ ചക്രമാവൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെത്തി നിൽക്കുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു കാലഘട്ടത്തെ? എന്താ ഒരു ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴുക്കിലങ്ങ് പോവുക എന്നുള്ള പോലെയായിരുന്നു എൻ്റെ ജീവിതം. കാരണം ഈ പറഞ്ഞ പോലെ പരസ്യങ്ങൾ ചെയ്തു, പിന്നീട് സ്റ്റേജ് ആങ്കറിങ് പോലുള്ള അങ്ങനെയുള്ള പിച്ച വെച്ചിട്ടാണ് സിനിമയിലേക്കും. തമിഴ് സിനിമയിലാണ് ആദ്യം വരുന്നത്. 4-5 സിനിമകൾ ചെയ്തിട്ടാണ് പിന്നീട് മലയാളത്തിലേക്ക് വന്ന് മലയാളത്തിൽ ചെയ്തപ്പോൾ ചക്രമാവൻ കൊമ്പത്തിലെത്തി നിൽക്കുന്നത്. ചക്രമാവൻ കൊമ്പത്തിലെ സിനിമ എന്ന് പറയുന്നത് ജയശ്രീ എന്ന കഥാപാത്രം ഞാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയ്തൊരു ക്യാരക്ടറാണ്. കാരണം ഇങ്ങനത്തെ ഒരു അമ്മ കഥാപാത്രം എനിക്ക് തോന്നുന്നു 1-2 സിനിമയിൽ അത്ര അങ്ങോട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് ത്രൂ ഔട്ടായിട്ട് ഞാൻ ചെയ്ത കഥാപാത്രത്തെ ജയശ്രീ അതേപോലെ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുള്ളതാണ്. പിന്നെ ഹരിശ്രീശോകൻ ചേട്ടൻ്റെ ഭാര്യ കഥാപാത്രമാണ്. ഗൗരവിൻ്റെ അമ്മയായിട്ട് ഇത് 3-ാമത്തെ സിനിമയാണ്, 4-ാമത്തെ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കെമിസ്ട്രി അതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്, അമ്മയും മകൻ്റെയും. പിന്നെ ഇത് അമ്മമാരെങ്ങനെ ആവണം, അല്ലെങ്കിൽ ഒരു ഫാമിലി എങ്ങനെ കൊണ്ടുപോകണം, കുട്ടികൾ എങ്ങനെയായിരിക്കണം, പിന്നെ അതുപോലുള്ളൊരു സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി ഇതേപോലെ യങ്സ്റ്റേഴ്സിനും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്കും കാണാൻ നല്ല മുഹൂർത്തങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു പടം തന്നെയാണ്. ഒരുപാട് സന്ദേശം അല്ലേ തീർച്ചയായിട്ടും, ഒരുപാട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അടക്കം നൽകുന്നുണ്ട്. അതെ അതെ. നമ്മൾ നിർമ്മാതാവിലേക്ക് വരുമ്പോൾ ജിംസൺ ശരിക്കും ഒരു പുതിയ ഒരു നിർമ്മാതാവാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു അവസ്ഥ? നമ്മൾ കുറേ നാളുകളായിട്ട് നല്ലൊരു കഥ നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ തന്നെ കഥയാണ്, അർഷാദ് ബത്തേരി എന്ന് പറഞ്ഞിട്ട്. അർഷാദിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കഥയാണ്. മീനുകളുടെ ആകാശവും പറവുകളുടെ ഭൂമി എന്ന് പറഞ്ഞിട്ട് കഥയെ ആസ്പദമാക്കിയാണ് സിനിമ ചെയ്തേക്കുന്നത്. എന്നാൽ എല്ലാം നല്ല കൊമേഴ്ഷ്യലായിട്ട് തന്നെയാണ് നമ്മൾ സിനിമ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഒരു നിധി തേടിയുള്ള യാത്രയാണ്. അപ്പോൾ അത് വളരെ രസകരമായിട്ട് ക്യാൻവാസിൽ പകർത്തിയിട്ടുണ്ട്. പാലക്കാട് ഒറ്റപ്പാലമായിരുന്നു ലൊക്കേഷൻ. പിന്നെ ഒരു ടീം സ്പിരിറ്റിലാണ് സിനിമ ചെയ്തത്. പിന്നെ എൻ്റെ സുഹൃത്ത് തന്നെ ടോണി ചിറ്റേട്ടുകളുമാണ് സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ഞാനും എൻ്റെ ഒരു രാജൻ ചെറിയ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ടോമി ചിറ്റേളുകളത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഒരു പരസ്യചിത്രങ്ങളുടെയൊക്കെ ഒരുപാട് സപ്പോർട്ടുണ്ട്, ബാക്കിൻ്റെ സപ്പോർട്ടുണ്ടല്ലോ. അതിനുശേഷമാണ് അദ്ദേഹം വരുന്നത്. അതുപോലെ തന്നെ അതിലെ അഭിനേതാക്കളും എല്ലാം അങ്ങനെയാണ് വരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ചിത്രത്തെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. ഇന്ന് ചിത്രത്തിൻ്റെ റിലീസും കൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അഞ്ജലി പറയൂ, പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹിക്കുന്നു. ചിത്രത്തിൽ എന്ന് പറയുന്നത് പശുവൻ ചേട്ടൻ മാത്രമല്ല, ജോയ് മാത്യു ചേട്ടനും ഇന്ദ്രൻ ചേട്ടനും വിനോദ് കടാമംഗലം, മനോജ് ഗിന്നസ്, ബിജുകുട്ടൻ ചേട്ടൻ, ബിന്ദു പണിക്കർ, ബിന്ദു ചേച്ചി, പിന്നെ രാജൻ ചേട്ടൻ്റെ മകൻ ഡെറിക്ക് ഇതിലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഉപരി മീര ചേച്ചി, മീര വാസുദേവ് തന്മാത്രയിലൂടെ വന്ന 6 വർഷത്തിന് ഇടവേള ശേഷമാണ് ചേച്ചി ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി വലിയൊരു എടുത്തു പറയാവുന്ന അത്ര ഒരു ക്യാരക്ടറും, പിന്നെ എന്താ പറയുക, ചേച്ചിയുടെ ഹസ്ബൻഡായിട്ട് ചെയ്തിരിക്കുന്ന കിഷോർ എന്ന് പറയുന്ന ഒരു പരസ്യ മോഡൽ അദ്ദേഹമാണ്. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് ചക്രമാവൻ കൊമ്പത്ത്. പിന്നെ അതിലുപരി ക്യാമറ ചെയ്തിരിക്കുന്ന ജോബിയാണ്. ഒരുപാട് വിഷ്വലിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരെയും വളരെ രസകരമായി ജോബി ഇതിൽ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇതിലൊരുപാട് കുട്ടികളുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് സിനിമകളിലൂടെ പ്രശസ്തരായി മാറിയ ഒരുപാട് കുട്ടികളുടെ സപ്പോർട്ട് ഇപ്പോൾ ഗൗരവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് പറയുകയെന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സിലൂടെ പോകുന്ന, അല്ലെങ്കിൽ കുട്ടികളിലൂടെ പോകുന്ന ഓരോരോ മുഹൂർത്തങ്ങളാണ് ഈ സിനിമയുടെ മൊത്തം ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. കാരണം ഇന്നത് മാത്രം, അല്ലെങ്കിൽ ഇന്നതിലൂടെ മാത്രം എന്ന് പറയാൻ പറ്റില്ല. എന്താ പറയുക, മുതിർന്ന ആൾക്കാർക്കും പറഞ്ഞു പോകുന്ന അവരുടെ സാഹചര്യങ്ങൾ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സിനിമയിൽ ഒരുപാട് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊരു ചാപ്റ്ററിലുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം അതാണ് ചക്രമാവൻ കൊമ്പത്ത്. തീർച്ചയായിട്ടും കഥാപാത്രത്തിൻ്റെ വലിപ്പം നോക്കാതെ കഥാപാത്രത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അഭിനയിക്കുന്ന ഒരു അഭിനേതാവ് കൂടിയാണ് അഞ്ജലി.
ഇതിലും അമ്മവേഷമാണ് അല്ലേ? തീർച്ചയായിട്ടും കുറെ നാളുകളായിട്ട് അമ്മവേഷം കൂടുതലായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് ആക്ച്വലി. അമ്മവേഷവും ഇതിലെ അമ്മവേഷത്തെ കുറിച്ച് കൂടെ ഒന്ന് പറയാം. അമ്മവേഷവും അനിയത്തിയും ടീച്ചറും അങ്ങനെ പല വേഷങ്ങളും കിട്ടുന്നുണ്ട്. കൂടുതലും അമ്മവേഷങ്ങളിലൂടെ പോകാൻ സാധിക്കുന്നത്. പിന്നെ ഇതിലെ അമ്മവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ബെൻ എന്ന സിനിമയിൽ ഗൗരവൻ്റെ അമ്മയായിട്ട് ഞാൻ ഭയങ്കര ഒരു എക്സ്ട്രീം ദുഷ്ടമുള്ളൊരു അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു വൃത്തികെട്ട ലേഡി എന്ന് തന്നെ പറയണം ആ ഒരു കഥാപാത്രം. പക്ഷെ അതൊന്ന് നേരെ എക്സ്ട്രീം ആയിട്ടുള്ള കഥാപാത്രമാണ് ജയശ്രീ എന്ന എൻ്റെ ഇതിലെ കഥാപാത്രം. അപ്പോൾ അത് ഗൗരവിനോട് ഞാൻ പറയുകയും ചെയ്തിരുന്നു, അന്ന് നീ അനുഭവിച്ച എൻ്റെ കൈ കൊണ്ടൊക്കെ ഒരുപാട് മുറിപ്പാടുകളൊക്കെ അവനുണ്ടായിരുന്നു ശരീരത്ത്. പക്ഷെ അതിന് പകരമായിട്ട് ഒരുപാട് വാത്സല്യം കൊടുക്കാൻ പറ്റുന്ന ഒരു ബെൻ എന്ന് പറയുന്ന സിനിമ, അതായത് ബെൻ സിനിമയിൽ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരുപാട് വാത്സല്യം കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു ഗൗരവിൻ്റെ. പിന്നെ ഇത് സംഗീതം ബിജു ബാലേട്ടനാണ്. അപ്പോൾ നല്ല കുറേ പാട്ടുകളുണ്ട്. ഞങ്ങൾക്കൊരു ഫുൾ പാട്ട് ഇതിനകത്ത് ഞങ്ങളുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ മേരി ചേച്ചിയുടെ ഫാമിലി എല്ലാം കൂടെ വന്നു പോകുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടും ഗൗരവന് ഒരുപാട് സ്നേഹം കൊടുക്കാൻ പറ്റിയ ഒരു പാട്ടൊക്കെയാണ്. തീർച്ചയായിട്ടും നൽകുന്ന ചിത്രമാണ്. അതിൽ നാഷണൽ അവാർഡ് ജേതാക്കളായിട്ടുള്ള 2 ബാലതാരങ്ങൾ അഭിനയിക്കുന്നുണ്ട്. അവരെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? രണ്ടുപേരും ബെൻ എന്ന സിനിമയിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആദിഷിന്റെ ആദ്യ സിനിമ ബെൻ ആയിരുന്നു. അപ്പൊ അന്നത്തെ അവന്റെ ആ ടാലന്റ് തന്നെ നമ്മൾ ഉറപ്പിച്ചിരുന്നു അവൻ എന്തായാലും ഒരുപാട് സിനിമകളുടെ ഭാഗമാവാൻ ഫ്യൂച്ചറുള്ള കുട്ടിയാണെന്ന്. പക്ഷെ അത്ര ഒരു ചെറിയ കാലയളവിൽ തന്നെ അവനൊരു നാഷണൽ അവാർഡ് ഡിസേർവ് ചെയ്യുന്നുള്ളത് നമുക്കൊക്കെ സർപ്രൈസിങ് ആയിട്ട് വന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ ഗൗരവും ആദിഷും ഇതിൽ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇന്ദ്രൻ ചേട്ടൻ, മേരി ചേച്ചി, ഇവരൊക്കെ സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സാണ്. പക്ഷെ ഇതൊരു അവാർഡ് മൂവിയേ അല്ല, ഇത് പക്ക ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്. ശരിക്കും ഒരു നല്ലൊരു കുടുംബ ചിത്രം തന്നെ പറയാം. നമുക്ക് ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള, നമുക്ക് എപ്പോഴും ഒരു സിനിമ കാണുമ്പോൾ നല്ലൊരു ഫീലോട് കൂടി വരിക അല്ലെങ്കിൽ കാണുക എന്നുള്ളതാണ്, ആസ്വദിക്കുക എന്നുള്ളതാണ്. തികച്ചും ചക്രമാവൻ കൊമ്പത്ത് അത്രയും നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി ഓറിയന്റഡ് മൂവി തന്നെയാണ്. ജിംസണിലേക്ക് വരുമ്പോൾ ഇതിനു മുമ്പ് എന്തായിരുന്നു ജിംസൺ? ഞാൻ പണ്ട് പത്രപ്രവർത്തനമായിരുന്നു. നിലവിൽ അതിനുശേഷം ബിസിനസ്സിലേക്ക് വന്നു. 2-3 ബിസിനസ്സുകളുണ്ട്. അപ്പോൾ സിനിമ ചെയ്യണം നമ്മുടെ ആഗ്രഹമായിരുന്നു, അന്നുപോലെ ഉള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇതിലേക്ക് എത്തിയത്. സംവിധായകനും ഒരു പത്രപ്രവർത്തനായിരുന്നു. അതെ അതെ. ടോണി ദീപികയുടെ ന്യൂസ് എഡിറ്ററൊക്കെ ആയിരുന്നു. പിന്നെ ഒരു 10-35ഓളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സുഹൃത്ത് ബന്ധമാണോ ശരിക്കും ഈ ചിത്രത്തിലേക്ക്? സുഹൃത്ത് ബന്ധമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒന്നിച്ച് ബിസിനസ്സുകൾ പലതും ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാം ഇതിനകത്ത് ഒരുപാട് പേര് ഞങ്ങളുടെ പേഴ്സണൽ സുഹൃത്തുക്കളായിട്ട് ആൾക്കാരാണ്. ആ ഒരു കൂട്ടുകെട്ടാണ് വർക്കൗട്ട് ആയിട്ടുള്ളത് ശരിക്കും. പിന്നെ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കഥകൾ തന്നെയാണ് ഇത്. ഇപ്പോൾ അതുപോലെ അർഷാദ് ബത്തേരിയുടെ ഏറ്റവും ഹിറ്റ് നോവല ഇത് പുസ്തകമായിട്ടും ഒരുപാട് വിറ്റഴിഞ്ഞൊരു നോവൽ തന്നെയാണ്. മീനുകളുടെ ആകാശവും പറവുകളുടെ ഭൂമി. ക്യാരക്ടറാണ് ജോയ് മാത്യു ആണ് കഥാപാത്രത്തെ സിനിമ കൊണ്ടുവന്നെന്ന് എനിക്ക് തോന്നുന്നു. അതിലും അദ്ദേഹം അതായത് ഒരു വ്യക്തിയെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് ഒരുപാട് പേര് കൊണ്ടുപോകുന്നതാണ്. പ്രാധാന്യവും ഓരോരുത്തർക്കും ഓരോ സന്ദേശം പറയാനുണ്ട്, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ക്യാരക്ടേഴ്സ് തന്നെയാണ്. മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡയറക്റ്റ് മെസ്സേജ് അല്ല, നമ്മൾ സിനിമയിൽ കൂടെ അത് കറക്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് കൺവേ ചെയ്ത് അത് രസകരമായി കോമഡിയൊക്കെ കൂട്ടിയിട്ട് പിള്ളേരെ എല്ലാ രീതിയിലും. ഇപ്പോൾ ജോയ് ചേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളൊക്കെ നാട്ടിലൊക്കെ പോയി ഇടയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചില റോൾ മോഡൽസിനൊക്കെ പരിചയപ്പെടും. ഇങ്ങനൊരു ആള് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരാൾ നമുക്ക് ടൗണിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്ന ഒരു കഥാപാത്രമാണ് ആലി മമ്മൂക്ക അല്ലെങ്കിൽ ജോയ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ അത് ഒരുപാട് കുട്ടികളെ സ്വാധീനിക്കും ഈ സിനിമ കാണുന്ന സമയത്ത്. ഓക്കെ, അപ്പം ചിത്രത്തിന്റെ ലൊക്കേഷനുകളും ഒക്കെ എവിടെയായിരുന്നു? ലൊക്കേഷൻ കൂടുതലും പാലക്കാട് തന്നെയായിരുന്നു. വിജു ബാൽ സാറിനൊപ്പം ചിത്രത്തിന്റെ ടോണി ചിറ്റേടുകളും ഗാന രചന. അതെ. ഇപ്പൊ മേലമാനത്ത് കേട്ട പാട്ട് ടോണി എഴുതിയ പാട്ടാണ്. അതിലും സംവിധായകൻ അല്ലേ വേറിട്ട ഒരുപാട് കഴിവുകളുള്ള പല മേഖലകളിലൂടെ കഴിവ് തെളിയിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് വീണ്ടും ഒരു പുതിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണെന്നൊക്കെ പറഞ്ഞു. പുതിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ്. ഓക്കെ. അഞ്ജലി സംബന്ധിച്ചിടത്തോളം അഞ്ജലി മോഹൻലാലിന്റെ അമ്മയായിട്ട് മറ്റേ പുലിമുരുകനിലൂടെ വരുന്നു. അമ്മവേഷത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല, അതിനിപ്പം വേറെ സബ്ജക്റ്റിലേക്ക് പോയി. ശരിക്കും ഈ അമ്മവേഷങ്ങൾ വരുമ്പോൾ ശരിക്കും എങ്ങായിട്ടുള്ള ഒരാള് പടപടാന്ന് ഇങ്ങനെ സ്പീഡിൽ അമ്മവേഷങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഒരു വിജയമല്ലേ. ഇപ്പം ലാലേട്ടൻ്റെ അമ്മയായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഞാൻ പുലിമുരുകനിൽ അജാസിൻ്റെ അമ്മയാണ് ചെയ്തത്. പക്ഷേ പുറത്ത് പെട്ടെന്ന് അറിയുമ്പോൾ ലാലേട്ടൻ്റെ അമ്മ, കാരണം ലാലേട്ടൻ്റെ അസോസിയേഷൻ എന്നൊക്കെ എന്നെ വിളിച്ചിട്ട് ഫാൻസുകാരൊന്ന് എപ്പോഴെങ്കിലും ഇതിലെ വരുമ്പോൾ ഒന്ന് ഒരു കേക്ക് കട്ടിങ് ഉണ്ട് നമ്മുടെ ആഘോഷത്തിൻ്റെ. അപ്പം ഞാനൊരു വരാൻ ഒരു ബുദ്ധിമുട്ട് കാണിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ ഞങ്ങളുടെ ലാലേട്ടനെ പ്രസവിച്ച അമ്മയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ നമുക്കൊരു കേൾക്കുമ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ദുൽഖറിൻ്റെ അമ്മവേഷം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആ ഒരു പ്രായത്തിൽ. അതിനെ തുടർന്ന്
പറഞ്ഞ മറുപടിയിൽ VM വിനു സാർ എന്നെ ഒരു 60 വയസ്സുകാരിയായിട്ടൊരു മദർ സുപ്പീരിയറിന്റെ ക്യാരക്ടർ തന്നു. അപ്പോൾ അങ്ങനെ 2 കഥാപാത്രങ്ങളാണ് വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മേക്ക് ഓവർ 2 ചെയ്തത്. പക്ഷേ പിന്നീട് ഞാൻ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ആയാലും ലാലേട്ടൻ്റെ ആയാലും ഒക്കെ ചെയ്തപ്പം പിന്നെ പൃഥ്വിരാജിൻ്റെ അമ്മയായി, മോഹൻലാലിൻ്റെ അമ്മയായി, അങ്ങനെ അത് പുറത്തേക്ക് പോയതാണ് ആ ഒരു പബ്ലിസിറ്റി. ആകെ 2 പടങ്ങളാണ് ഇങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്ത പടങ്ങൾ. ഇതിലെല്ലാം അഞ്ജലി കാണുന്നത് ശരിക്കും കഥാപാത്രത്തിൻ്റെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ വലിപ്പച്ചെറുപ്പം നോക്കാതെയുള്ള ഒരു എൻട്രി. ആ എൻട്രി ശരിക്കും പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല സമയത്തും നമുക്ക് ഉപകാരമായിട്ട് മാറും അല്ലേ. ഒരു ചെറിയ വേഷമേ ഉള്ളൂവെങ്കിൽ തന്നെയും അത് ചില സമയങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ട് വരുന്നൊരു സാഹചര്യം. അതാണ് 19 ചിത്രങ്ങൾ ചെയ്ത് എന്നെ പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് പുലിമുരുകനിലെ അമ്മയല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതൊരു സീനിലൂടെ ഞാൻ ആ സിനിമയുടെ ഭാഗമായിട്ടുള്ളൂ. പക്ഷെ അത് മനസ്സിൽ കൊണ്ട് ഒരുപാട് പേര് നടന്നിട്ടുണ്ട്, എന്നെ അടുത്ത് വന്നിട്ട് ഒരുപാട് പേര് റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്, എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് കഥാപാത്രം എത്ര സീനുകൾ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നോക്കാറില്ല. ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആയിട്ടുള്ള ഒരു ഇതിലായിരിക്കും ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുക. തീർച്ചയായിട്ടും. ഇന്ന് ഇതെല്ലാം ചിത്രത്തിന്റെ റിലീസിംഗ് ആണ്. റിലീസിംഗുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ചിത്രത്തെക്കുറിച്ചിട്ട് പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യങ്ങൾ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് പറയണം. അപ്പോൾ ഇന്ന് ചിത്രത്തിന്റെ റിലീസിംഗ് ഏതാണ്ട് 3 തിയേറ്ററുകളിൽ ഏതാണ്ട് ഹൗസ്ഫുൾ ആണ്. 3 തിയേറ്റർ ഇന്നലെ 3 തിയേറ്റർ ഇന്നിപ്പോൾ 10ഓളം തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് സെൻറ്റേഴ്സ് ഉണ്ട്. നല്ല പ്രതികരണമാണ് ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ എല്ലായിടത്തും ഷോസ് ഉണ്ട്. പിന്നെ ഇവരൊക്കെ എല്ലാവരുടെയും നല്ല സപ്പോർട്ടാണ്, എല്ലാവരുടെയും ഒരു കൂട്ടായ സപ്പോർട്ടാണ് ഈ സിനിമ ശരിക്കും. ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചിത്രം പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ റിലീസിംഗ് ഡേറ്റ് ശരിക്കും അത് പ്രത്യേകിച്ച് ഒരു പുതിയ ആവുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഇവരിൽ കോൺഫിഡൻസ് ആണ്, എല്ലാവരും കോൺഫിഡൻസ് ആണ്. ഓക്കെ, അഞ്ജലിക്ക് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറെ കിട്ടുക എന്നുള്ളതാണ് എല്ലാ സിനിമയുടെ ഭാഗ്യം. ഞാൻ സത്യമായിട്ട് ഞാൻ ഇന്നലെയൊക്കെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ജിംസ് ചേട്ടാ നമ്മുടെ സിനിമ നമ്മളെല്ലാവരും ടീം വർക്കോട് കൂടി പ്രൊമോഷൻ അടക്കം നമ്മളെല്ലാവരും വളരെ സഹകരിച്ചു പോയൊരു സിനിമയാണ്. പക്ഷെ എന്നാലും സിനിമയാണ്, എന്താണ് ഫ്യൂച്ചർ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. ഒന്നും മനസ്സിലിങ്ങനെ എല്ലാ ധൈര്യത്തോടുകൂടി ഒരു കുഴപ്പമില്ല അഞ്ജലി, ഞാൻ എല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുക. ഭയങ്കര ഹാപ്പിയാണ് ആൾ, എക്സൈറ്റഡ് ആയിട്ട്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഒരു സിനിമയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ എനിക്ക് ഒരുപാട് എന്താ പറയുക, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഓരോ ആർട്ടിസ്റ്റ്, മീര ചേച്ചി അടക്കമുള്ള അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റ്, അശോകൻ ചേട്ടനടക്കം എവിടെ എത്തണം എന്ന് പറഞ്ഞാൽ അവിടെ എത്തി എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഫാമിലി പോലെയാണ് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതൊക്കെ ശരിക്കും ഒരു വലിയ ഭാഗ്യമാണ്. ഒരു സിനിമയ്ക്ക് ഒരു ഡയറക്ടർക്ക് കിട്ടാവുന്ന, ഒരു പ്രൊഡ്യൂസർക്ക് കിട്ടാവുന്ന ഒരു വലിയ ഭാഗ്യമാണ്. ആർട്ടിസ്റ്റുകളും ഗൗരവടക്കം എല്ലാവരും ഒരുമിച്ചൊരു ഫാമിലി ആയിട്ട് സിനിമയെ കൊണ്ടുപോയി തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത്. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തിയേറ്ററിൽ എത്തുന്നുണ്ട് സിനിമ കാണാൻ പ്രേക്ഷകരുടെ കൂടെ. അപ്പോൾ ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടതും വിജയിപ്പിക്കേണ്ടതൊക്കെ ഈ സിനിമ. എന്തായാലും ഒരു പ്രൊഡ്യൂസറിൻ്റെ ഉറച്ച വിശ്വാസമാണ്. പല പ്രൊഡ്യൂസർമാരെയും കണ്ടിട്ടുണ്ട്, പക്ഷേ അവരിൽ ഈ റിലീസിംഗ് ദിവസം ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ശരിക്കും വളരെ കുറവാണ്. പക്ഷേ ഈ ചിത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ജിംസൺ വളരെ കോൺഫിഡൻസ് ലെവലാണ്. കാരണം ഇതിലെ ചിത്രത്തിലെ അഭിനേതാക്കളെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അഭിനയ മികവുകളാണ് ശരിക്കും ജിംസനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഫിഡൻസ് നൽകുന്നതെന്ന് തോന്നുന്നു. കോൺഫിഡൻസും ഉണ്ട്, കോൺസിക്വൻസസ് ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെയാണ്. എന്തായാലും ചിത്രം ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് റിലീസിംഗ് ആണ്. ഒപ്പം എന്നുള്ള ഒരു വളർച്ചയിൽ ഇപ്പോൾ ജിംസനെ സംബന്ധിച്ചുള്ള ജിംസൺ ആദ്യമാണ്. തുടർന്നും ചിത്രങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും ഉടനെ അടുത്ത ചിത്രം അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം അഞ്ജലിക്കും തുടർന്നും ഒരുപാട് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമാവാൻ സാധിക്കട്ടെ എന്നും ഇനിയും ഒരു നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ഒരു അവാർഡിലേക്ക് എത്തി പ്രേക്ഷകർക്ക് നല്ല കുറേ ചിത്രങ്ങൾ കൂടി സമ്മാനിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. മോർണിംഗ് റിപ്പോർട്ടറിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ ഇവിടെ പൂർണ്ണമാകുന്നു.